ഹായ്. അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെ പേസ്റ്റിൻ്റെ കവറുണ്ടല്ലോ, അത് വെറുതെ വലിച്ചെറിഞ്ഞ് കളയണ്ട കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക. ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ടതിന് ശേഷം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് പേസ്റ്റെല്ലാം അതിനകത്തോട്ട് ഇറങ്ങിക്കിട്ടും. ഉണ്ടോ, നല്ല രീതിയിൽ പേസ്റ്റ് അതിനകത്ത് ഇറങ്ങിക്കിട്ടും. നല്ലൊരു സൊല്യൂഷനാണ്. ഈ ഒരു സൊല്യൂഷൻ നമ്മൾ കിച്ചൺ മുതൽ നമ്മളെ ക്ലോസറ്റ് വരെ നമുക്ക് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രം മതി. ഇപ്പം ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ വിനാഗിരിയും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും പേസ്റ്റും മാത്രം മതി. നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്യാൻ ഇത് മാത്രം മതി. ഓൾ ടൈലും ഫ്ലോർ ടൈലും അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ക്ലോസറ്റിൽ കുറച്ച് ഒഴിച്ചിട്ട് ഫ്ലഷ് അടിച്ചു കൊടുത്താൽ മതി. അതിനകത്തുള്ള കറയെല്ലാം പോയി കിട്ടും. ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തുള്ള കറയെല്ലാം പോയി കിട്ടും. ഇപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതേപോലെ കുപ്പിയിലാക്കി 5-6 ദിവസം സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സിങ്ക് അതുപോലെ ബാത്റൂം എല്ലാം വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഉരച്ച് കഴിയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ട്, ആവശ്യമുള്ളവരെ കാണാം.